പുഴയ്ക്ക് കുറുകെ തടകെട്ടി സ്വന്തമായി നിർമ്മിച്ച തോട്ടിലൂടെ കൃഷിക്ക് വെള്ളം എത്തിച്ച ബ്രിട്ടീഷുകാരൻ കോലാഫും സായിപ്പിന്റെ സൂത്രവിദ്യയ്ക്ക് ഒരു നൂറ്റാണ്ടിന്റെ പഴക്കം. കാലപ്പഴക്കത്താൽ ക്ഷയിച്ചുപോയ ജലസേചന പദ്ധതി പുനരുദ്ധരിക്കാനുള്ള ശ്രമത്തിൽ പരിയാരം പഞ്ചായത്തിലെ കൊന്നക്കുഴി നിവാസികൾ. ചാലക്കുടിപ്പുഴയിലെ കൊന്നക്കുഴിയിൽ എച്ചിപ്പാറയിലായിരുന്നു ബ്രിട്ടീഷ് കാലത്തെ വിസ്മയമായിരുന്ന ജലസേചന പദ്ധതി. മറുകരയിലെ ഏഴാറ്റുമുഖത്തുനിന്ന് പുഴയ്ക്കു കുറുകെ സുർക്കിയും പാറക്കല്ലും കെട്ടിപ്പൊക്കി എച്ചിപ്പാറ വരെ തടയണ നിർമ്മിക്കുകയായിരുന്നു PC കോലാഫും സായിപ്പ്. പുഴയോരത്തുനിന്ന് പാറ ഇടുക്കിലൂടെ പുറത്തെത്തുന്ന വെള്ളം 4.5 കിലോമീറ്റർ ദൂരത്തിൽ നിർമ്മിച്ച തോട്ടിലൂടെ സുഗമമായി കൃഷിയിടത്തിൽ എത്തിയിരുന്നു. പുഴയിലെ ജലവിധാനം കൂടി തോട്ടിൽ പെട്ടെന്ന് ഉയരുന്ന വെള്ളം വീണ്ടും പുഴയിലേക്ക് തിരിച്ചുവിടുന്നതിന് ഇടയ്ക്കിടെ ഷട്ടറുകളും ഘടിപ്പിച്ചിരുന്നു. സ്വാതന്ത്ര്യത്തിനു ശേഷം സായിപ്പ് തന്റെ ഭൂമിയെല്ലാം സ്വന്തക്കാർക്ക് ഇഷ്ടദാനവും നാട്ടുകാർക്ക് തീറുമായി നൽകി. കാലത്തിന്റെ കുത്തൊഴുക്കിൽ പുഴയിലെ തടയണ ശേഷിപ്പായി ഒതുങ്ങി. 1980 കാലഘട്ടത്തിൽ പുഴയിൽ നിന്നും തോട്ടിലേക്ക് വെള്ളമെത്തുന്ന പ്രക്രിയയും നിലച്ചു. പുഴയിൽ നിന്നും നേരിട്ട് കനാൽ അവസാനിക്കുന്ന കൊന്നക്കുഴി പള്ളി വരെ വെള്ളം എത്തുന്നതിന് പദ്ധതി തയ്യാറാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഇതിനായി പ്രദേശത്തെ കർഷക കൂട്ടായ്മ സജീവമായി രംഗത്തിറങ്ങിയിരിക്കുകയാണ്. നിലവിലെ തോട് സംരക്ഷിക്കുന്നതിന് ചൊവ്വാഴ്ച 40ഓളം കർഷകർ ശ്രമദാനവും നടത്തുന്നുണ്ട്. ഇവിടുത്തെ ഭൂവുടമയായിരുന്ന സായിപ്പ് എൻ്റെ സ്വന്തം ബുദ്ധിയിലും പ്രയത്നത്താലും വെള്ളത്തിന് വേണ്ടിയാണ് സായിപ്പ് അന്ന് അങ്ങനെ ചെയ്തിരുന്നത്. യന്ത്രങ്ങളോ ഒരു വാഹനങ്ങളോ ഒന്നും വരാത്ത കാലഘട്ടത്തിൽ പുഴയിൽ പാറമ തമരടിച്ച് കോൺക്രീറ്റ് ഉറപ്പിച്ച് സായിപ്പ് കൊണ്ടുവന്ന പദ്ധതിയാണ്. ഇപ്പോൾ അതിനുശേഷം വന്ന സർക്കാരുകൾ ഒന്നും ഇതിലേക്ക് കാര്യമായ ശ്രദ്ധകൾ കൊടുത്തില്ല. നൂറുകണക്കിന് കുടുംബങ്ങൾക്ക് കുടിവെള്ളവും കാർഷിക വിളകൾക്ക് അനുഗ്രഹവുമാകുന്ന സായിപ്പിന്റെ തോട് പദ്ധതി സർക്കാർ ഏറ്റെടുക്കുന്നതിന് എല്ലാവിധ ശ്രമങ്ങളും നടത്തുമെന്ന് മലയോര കർഷക സമിതി ഭാരവാഹികൾ പറഞ്ഞു. ഈ സായിപ്പിന്റെ തോട് നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള തയ്യാറെടുപ്പ് നടത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. സർക്കാരിൽ നിന്ന് ഫണ്ട് അനുവദിക്കാതെ പഞ്ചായത്തിൽ നിന്നോ ബ്ലോക്കിനോ ഫണ്ട് അനുവദിച്ച് കിട്ടാത്തതുകൊണ്ട് ഇപ്പോൾ നാളെ കർഷകർ ഒരുമിച്ചിറങ്ങി ഈ തോട് ക്ലീൻ ചെയ്യാൻ നടക്കുന്നത്. ഇനിയെങ്കിലും സർക്കാർ ഫണ്ടുകൾ ഉപയോഗിച്ച് ഇതൊന്ന് മെയിൻറ്റെയിൻ ചെയ്യാനുള്ളൊരു സംവിധാനം ചെയ്തു തരണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. TCV ചാലക്കുടി.